സെന്റ് സെബാസ്റ്റ്യൻ ഫോറോന ചർച്ച് കുട്ടിക്കാട് ദേവസ്യാം പുണ്യാളന്റെ അമ്പ് തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു പന്തൽ. അപ്പോൾ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പന്തൽ എന്നത് ഇല്ല. കുട്ടിക്കാട് അമ്പ് തിരുനാൾ ഉണ്ടെങ്കിലല്ലേ പന്തലിന്റെ ആവശ്യമുള്ളൂ. അതാണ് ഇന്നത്തെ അവസ്ഥ. ഇപ്പോൾ പന്തലിനു പകരം കണ്ടവരുടെ വീടിന്റെ കാർ പോർച്ച്, ഒഴിഞ്ഞുകിടക്കുന്ന ഷെഡ്, കപ്പേളകൾ ഇങ്ങനെയൊക്കെയാണ് പന്തൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. അമ്പ് തിരുനാൾ ദിവസം വൈദികൻ പന്തൽ വെഞ്ചിരിപ്പ് എന്ന് പറഞ്ഞു വെഞ്ചിരിക്കുന്നത് ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഏത്? കാർ പോർച്ച്, ഒഴിഞ്ഞുകിടക്കുന്ന ഷെഡ്, കപ്പേളകൾ. ഒരു കാലത്ത് കുട്ടിക്കാട് പള്ളി അമ്പ് തിരുനാളിന്റെ പേരിൽ പ്രസിദ്ധം. ഇന്ന് സാധാരണ പള്ളി. അമ്പ് സമുദായം ഉണ്ടായിരുന്നപ്പോൾ പന്തൽ എന്നത് ഉണ്ടായിരുന്നു. കുടുംബ സമ്മേളന യൂണിറ്റ് വന്നപ്പോൾ അമ്പ് തിരുനാൾ തന്നെയില്ല. അതാണ് യാഥാർത്ഥ്യം. ഒരു അമ്പ് സമുദായത്തിന് ഒരു പന്തൽ വെച്ചു ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഒരു കപ്പേളയിൽ 2-3 യൂണിറ്റിന്റെ ചെർലയം എന്ന് പറഞ്ഞ് എന്തോ ഒരു കൂട്, വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ ചിത്രം അല്ലെങ്കിൽ രൂപം ആ കൂടിന്റെ ഉള്ളിൽ വെച്ച് കുട്ടിക്കാട് അമ്പ് തിരുനാൾ എന്ന് പറയുന്നു. ചെർലയം എന്ന് പറയുന്നത് പണ്ടേ ഇല്ലാതെയായി. ഇപ്പോൾ കുടുംബ സമ്മേളന യൂണിറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു പെട്ടി. അത് മരത്തിന്റേതാവാം, സ്റ്റീലിന്റേതാവാം, അലുമിനിയത്തിന്റേതാവാം. കൊടകരയിൽ നിന്നും കൊണ്ടുവന്നിരുന്നതും കൊശവ സമുദായക്കാർ ചുമന്നിരുന്നതുമായ ദേവസ്യാം പുണ്യാളന്റെ ചെർലയം അതില്ല. അത്രയേ ഉള്ളൂ. പന്തൽ എന്നത് വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് താൽക്കാലികമായി ഉണ്ടാക്കുന്ന പ്രാർത്ഥനാലയം. പന്തൽ ഉണ്ടാക്കുന്നത് അതത് അമ്പ് സമുദായത്തിൽപ്പെട്ടവരാണ്. ഇന്ന് അമ്പ് സമുദായം എന്നത് ഇല്ല, അപ്പോൾ പിന്നെ പന്തലും ഇല്ല. ഇത്തരം ഒരവസ്ഥയിലാണ് കുട്ടിക്കാട് ദേവസ്യാം പുണ്യാളന്റെ പ്രസിദ്ധമായ അമ്പ് തിരുനാൾ എന്നത് നടക്കുന്നത്. എത്ര വേദനജനകമായ കാര്യമാണിത്. അമ്പ് സമുദായത്തിൽപ്പെട്ട വീട്ടുകാർ, പൊതുവെ പുരുഷന്മാർ, അമ്പ് തിരുനാളിന്റെ തലേ രാത്രി ഒന്നിച്ചു കൂടും. പന്തലിനു വേണ്ട അടയ്ക്കാമരത്തിന്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരം കാലുകളായി ഉപയോഗിക്കും. മിക്കവാറും കാലുകൾ മുൻകൂട്ടി ഒരുക്കിവെക്കും. വർണ്ണക്കടലാസുകൾ പ്രത്യേക ആകൃതിയിൽ വെട്ടിയൊരുക്കി ചാക്കുചരടിൽ മൈദപ്പശ തേച്ച് ഒട്ടിച്ചു മുൻകൂട്ടി തോരണങ്ങൾ ഉണ്ടാക്കിവെക്കും. ഈർക്കിലിൽ വർണ്ണക്കടലാസുകൾ തന്നെ കൊടികൾക്കായി മൈദപ്പശ ഉപയോഗിച്ചുണ്ടാക്കും. അതാണ് പതിവ്. ചിലപ്പോൾ ആളുകൾ തലേന്ന് അമ്പ് തിരുനാൾ നേരത്ത് കൂട്ടം കൂടി ഉണ്ടാക്കുന്നവരും ഉണ്ട്. സാധാരണ അമ്പ് സമുദായം ഉണ്ടായിരുന്നപ്പോൾ ആ സമുദായത്തിൽപ്പെട്ട വീടുകളുടെ ഏറ്റവും അവസാനത്തെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള പറമ്പിലായിരിക്കും പന്തൽ ഇടാൻ തീരുമാനിക്കുക. അങ്ങനെ എല്ലാ വീട്ടുകാർക്കും തങ്ങളുടെ വീടിന്റെ മുൻപിലൂടെ ദേവസ്യാം പുണ്യാളന്റെ പ്രദക്ഷിണം കൊണ്ടുപോകുന്നതും കാണാമായിരുന്നു. അത് എല്ലാ വീട്ടുകാർക്കും മനസ്സന്തോഷം നൽകിയിരുന്നു എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ ഇന്ന് കുടുംബ സമ്മേളന യൂണിറ്റുകൾ വന്നപ്പോൾ പന്തൽ എന്നത് ഇല്ലാതെയായി. അതൊരു യാഥാർത്ഥ്യം. അമ്പ് തിരുനാളിന്റെ തലേരാത്രി ആളുകൾ കൂടിച്ചേർന്ന് കാലുകൾ മണ്ണിൽ കുഴിച്ച് ചതുരത്തിലോ വൃത്താകൃതിയിലോ പന്തൽ കെട്ടും. വർണ്ണക്കടലാസുകൾ അല്ലെങ്കിൽ അരിങ്ങുകൾ കുഴിച്ചിട്ട കാലുകളിൽ കെട്ടി പേരിന് ഒരു മറപ്പോലെ ഉണ്ടാക്കും. പിന്നീട് നോക്കുമ്പോൾ ഒരു ചെറു പ്രാർത്ഥനാലയം പോലെ പന്തൽ കാണാം. പിന്നീട് മാലബൾബ് പോലുള്ള അലങ്കാരങ്ങളും പന്തലിന് ഒരു വലിയ ദൃശ്യവിരുന്ന് നൽകും. പിന്നീട് പന്തലിൽ കൊടിയുയർത്താൻ മരക്കാൽ കുഴിച്ചിടൽ. കൊടിയുയർത്തി 2 ഗുണ്ടും അത് പതിവ്, അല്ലെങ്കിൽ പടക്കം പൊട്ടിച്ച് ആൾക്കാരെ അറിയിക്കും. പാതിരാത്രി അവർ പിരിയും. നാളെ ദേവസ്യാം പുണ്യാളനെ സ്വീകരിക്കാൻ. അമ്പ് തിരുനാൾ ദിവസം ദേവസ്യാം പുണ്യാളന്റെ ചെർലയവും അമ്പും മുത്തുകുടകളും വാദ്യമേളങ്ങളുമായി പള്ളിയിൽ നിന്ന് രാവിലെ കൊണ്ടുവരും. ചെർലയവും അമ്പും പന്തലിൽ വയ്ക്കും. പൊതുവെ 4 മുത്തുകുടയും അമ്പും. 2 മുത്തുകുട പന്തലിന്റെ കവാടത്തിൽ ചേർത്ത് കെട്ടി നിവർത്തിവെക്കും. 2 മുത്തുകുടകൾ വീടുകളിലേക്ക് അമ്പ് കൊണ്ടുപോകാൻ ഉപയോഗിക്കും. വീടുകളിൽ അമ്പ് കയറി രാത്രിയാകുമ്പോൾ പന്തലിൽ നിന്ന് പ്രദക്ഷിണം പള്ളിയിലേക്ക് പോകും. ആ ഒരു ദിവസത്തിനു വേണ്ടി ഒരുക്കുന്നതാണ് പന്തൽ.